അവനിൽ നിന്നും കുതറി മാറാൻ ശ്രമിച്ച് തോറ്റുപോയവൾ അത്രയും തീവ്രമായി ശക്തമായാണ് തന്നെ പിടിച്ചു വച്ചിരിക്കുന്നത്. ഉടലൊന്നാകെ ചുട്ടുപൊള്ളുന്നതുപോലൊരു അവസ്ഥയിലായിരുന്നു ഗൗരി. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും തളർച്ച അവളെ ഒരുപോലെ ബാധിച്ചു. അടങ്ങി നിൽക്കടി, എങ്ങോട്ടാ നീ ഓടുന്നേ? മുരണ്ടുകൊണ്ടുള്ള അവൻ്റെ ശബ്ദം കാതിൽ പതിച്ചதை വിറച്ചുകൊണ്ടവൾ നിശ്ചലയായി. പറയുന്നത് അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഒട്ടും നല്ലവനല്ല ഞാൻ. എന്നെ എതിർക്കുന്ന ഒന്നിനെയും ശക്തി വാഴിക്കുകയുമില്ല. എന്തിനാ എന്നെ വിട്ടേക്ക്? ആർക്കും ഒരു ശല്യമാവാതെ ഇവിടെ കഴിഞ്ഞോട്ടെ. കരഞ്ഞുകൊണ്ട് അവളൊന്ന് മുഖമുയർത്തി നോക്കിയതും കണ്ടു ഇമച്ചിമ്മത തന്നെ നോക്കി നിൽക്കുന്നവനെ. ഒരാളുടെ മിഴികളിൽ തീവ്രമായൊരു മോഹം മുന്നിട്ട് നിൽക്കുമ്പോൾ മറ്റൊരാളിൽ ഭയവും യാചനയുമായിരുന്നു. നിന്നെ എനിക്ക് പലതും ചെയ്യാൻ തോന്നിപ്പോകുന്നുണ്ട്. വിറയ്ക്കുന്ന അവളുടെ അധരങ്ങളിലും കണ്ണുനീരിൽ കുതിർന്ന മുഖത്തേക്ക് നോക്കി വല്ലാത്തൊരു ഭാവത്തോടെയായിരുന്നു അവൻ്റെ പറച്ചിൽ. ഉറക്കെ കരയാൻ തോന്നിപ്പോയി അവൾക്ക്. പക്ഷെ കാര്യമില്ല. ഈ തറവാട്ടിൽ തൻ്റെ മുറിയിൽ കയറി ഇത്രയും അധികാരത്തോടെ ഇയാൾ തന്നെ തൊട്ടിട്ടുണ്ടെങ്കിൽ കരഞ്ഞു വിളിച്ചാൽ സ്വന്തം അച്ഛൻ പോലും തിരിഞ്ഞു നോക്കില്ലെന്ന് അവൾക്ക് ഉറപ്പാണ്. അങ്ങേറ്റം വേദനയുടെ നിസ്സഹമായി ഒന്ന് നോക്കിയവൾ. ആ മിഴികളൊന്ന് പിടഞ്ഞുവോ? ഇല്ല, തെല്ലും മാറ്റമില്ല അവനിൽ. തീക്ഷ്ണമായ നോട്ടമാണ്, തൻ്റെ ഉള്ളം പഠിച്ചെടുക്കുന്നത് പോലൊരു നോട്ടം. 5 മിനിറ്റ് പോയിക്കൊള്ളാവുന്ന ഒരു സാരി നോക്കി എടുത്തിട്ട് വാ. 5 മിനിറ്റ് കഴിഞ്ഞിട്ടും വരാൻ മനസ്സില്ലെങ്കിൽ ഉടുത്ത തുണിയാലെ എടുത്തുകൊണ്ട് പോകും ഞാൻ. ഭീഷണിയോടെ പറഞ്ഞുകൊണ്ട് അവളിലെ പിടി അയച്ചതും വിങ്ങിക്കരഞ്ഞിട്ട് മുഖം അമർത്തി വെച്ചവൾ അരിശത്തോടെ അവൻ്റെ മുഖം ഒന്ന് ചുളിഞ്ഞു. എന്തിനാടി എപ്പോഴും ഇങ്ങനെ കരയുന്നേ? അലർച്ചയോടെ വീണ്ടും അവൻ ചോദിക്കുമ്പോൾ ഭയത്തോടെ മുഖം അമർത്തി വെച്ചു ഗൗരി. പറഞ്ഞത് മറക്കണ്ട. അത്രയും പറഞ്ഞിട്ട് റൂമിൽ നിന്നും ഇറങ്ങുമ്പോൾ കണ്ടു എല്ലാം കണ്ടും കേട്ടു നിൽക്കുന്ന ചിന്നമ്മയെ. നേരത്തെ കണ്ട ഭയവും ബഹുമാനവും ഇല്ല അവരിൽ, വെറുപ്പും ദേഷ്യവും മാത്രം. അവരെയൊന്ന് നോക്കിക്കൊണ്ടവൻ പുറത്തേക്ക് നടന്നു. മോളെ. വിങ്ങിക്കരയുന്നവളെ ചിന്നമ്മ പതിയൊന്ന് വിളിച്ചതും ഒരു ഞെട്ടലോടെ മുഖം ഒന്ന് ഉയർത്തി നോക്കിയവൾ. ഉള്ളു പിടയുന്നൊരു വേദന തോന്നിപ്പോയി അവർക്ക്. ഈ ചെറുപ്രായത്തിൽ അനുഭവിക്കാൻ ഇനിയൊന്നും ബാക്കിയില്ല. പെണ്ണായി ജനിച്ചുപോയി എന്നുള്ള ഒറ്റ കാരണത്താൽ രാഗിമോളും ഗൗരിയും എപ്പോഴും 2ാം സ്ഥാനക്കാരായിരുന്നു. രുദ്രനോ ആഫിക്കോ അജുവിനോ ഒന്നും കിട്ടുന്ന പരിഗണന ഒന്നും ഒരിക്കലും 2 പേർക്കും കിട്ടിയിരുന്നില്ല. എന്നും ഒരുമിച്ചായിരുന്നു 2 പേരും. രാഗിമോളെങ്കിലും ഈ സമയം കൂടെയുണ്ടായിരുന്നുവെങ്കിൽ ഗൗരി ഇത്രമേൽ തളർന്നു പോകില്ലായിരുന്നു എന്നോർത്തു പോയി ചിന്നമ്മ. എന്നെ കൊണ്ടുപോവാ ചിന്നമ്മേ. മുത്തശ്ശി കരയല്ലേ. ഇങ്ങനെ കരഞ്ഞാ എന്ത് കാര്യമാണ് കുഞ്ഞേ? എനിക്ക് വയ്യ. എന്നെ ഒന്ന് കൊന്നു തരാൻ പറ. ഇങ്ങനെയൊന്നും പറയില്ലേ മോളെ. എല്ലാം ശരിയാകും. എന്തോ വെറും വാക്കാണ് പറയുന്നത് എന്നറിയാമെങ്കിൽ പോലും അങ്ങനെ പറയാനാണ് അവർക്ക് തോന്നിയത്. മോള് വാ, ഇനിയും കരഞ്ഞിരുന്നാൽ അവർ വീണ്ടും വരും. ചിന്നമ്മ തെല്ലൊരു ഭയത്തോടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞതും കൂടുതൽ എതിർപ്പ് കാണിക്കാതെ അവളും ചിന്നമ്മയെ അനുസരിച്ചു. തന്നെ ഈ വീട്ടിൽ ഒരു മനുഷ്യജീവിയായി കാണുന്ന ഒരേ ഒരാൾ അവർക്ക് കൂടി ഒരു ബുദ്ധിമുട്ടായിക്കൂടാ. ആ അവസ്ഥയിലും അവൾ ചിന്തിച്ചത് അത് മാത്രമായിരുന്നു. അവന് മുന്നിലായി തല കുനിച്ച് നിൽക്കുമ്പോൾ ചുറ്റുമുള്ള ആരെയും ഒന്നിനെയും വെറുതെ പോലും നോക്കിയില്ല അവൾ. തനിക്കും തൻ്റെ ജീവിതത്തിനും വിലയിട്ടവരാണ് ചുറ്റും. വെറുതെ പോലും ആരെയും മുഖം കാണാൻ ആഗ്രഹിച്ചിരുന്നില്ല ഗൗരി. അഫിയും മജുവും എല്ലാം വേദനയോടെ അവളിൽ നിന്ന് നോക്കി. കുറ്റബോധം കൊണ്ടും അവിടെ ഉള്ളം പിടയുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും അജുവിൻ്റെ ജീവിതമായിരുന്നു അവർക്കെല്ലാം വലുത്. പുറത്ത് തടിച്ചുകൂടിയ മീഡിയാസിനെയും കൂടെ ഡ്യൂട്ടിക്കായി എത്തിയ പോലീസ് ഓഫീസറിനെയും ശക്തി തന്നെ പറഞ്ഞു വിട്ടു. പ്രത്യേകിച്ചൊന്നും കണ്ടെത്താനായില്ല എന്നുള്ള അവൻ്റെ വെളിപ്പെടുത്തൽ അല്പം നിരാശയോടെയാണെങ്കിലും വന്നവരെല്ലാം തിരിച്ചുപോയി. അവളിലുള്ള എല്ലാടെയും ദൃഷ്ടി ഒരുപോലെ മറച്ചുകൊണ്ട് അവൾക്ക് മുന്നിലേക്ക് കയറി നിന്നവൻ മഞ്ഞച്ചെരലായി കോർത്ത താലി ആരുടെയും അനുവാദത്തിന് കാത്തു നിൽക്കാതെ അവളുടെ കഴുത്തിലേക്ക് കെട്ടി. മിഴികൾ ഇറക്കി അടിച്ച കണ്ണുനീരിനെ സ്വതന്ത്രമാക്കി ഗൗരി. ഇനിയുള്ള ജീവിതത്തിൻ്റെ ഒഴുക്ക് എവിടേക്കാണെന്ന് പോലും അറിയാത്ത ഒരവസ്ഥയിലായിരുന്നു ഗൗരി. മാലിന്യയുടെയും ശേഖറിൻ്റെയും കണ്ണുകൾ നിറഞ്ഞു. മകൻ്റെ പുണ്യമായിരുന്നവളാണ് പുറം കാലുകൊണ്ട് അവൻ തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞ നിധി. ഇന്നവൾ മറ്റൊരുവിന് സ്വന്തമായിരിക്കുന്നു. വല്ലാത്തൊരു നഷ്ടബോധത്തോടെ അവളെ ഒന്ന് നോക്കിയവർ. ഹരിയുടെ കണ്ണുകളും നിറഞ്ഞു. മകളെ ഓർത്ത് വേദനയുണ്ടെങ്കിൽ പോലും അമ്മയെ എതിർക്കാൻ അയാൾക്കാകുമായിരുന്നില്ല. ഭാര്യ അടച്ചിട്ട വാതിലിന് നേരെ അയാളുടെ മിഴികൾ പാഞ്ഞു. മയങ്ങാനുള്ള മെഡിസിൻ കൊടുത്ത് കിടത്തിയതാണ്. ഉറങ്ങിയെഴുന്നേൽക്കുമ്പോഴാവും ഇനി ഗൗരി അന്വേഷിച്ചുള്ള ബഹളം. ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് അയാൾ മിഴികൾ അടച്ചു തുറന്നു. ഹരി, അവളുടെ കൈ പിടിച്ചു കൊടുക്ക്. ശ്രീദേവിയമ്മ ആജ്ഞാപിച്ചതും അയാൾ ഗൗരിയുടെ അരികിലേക്ക് വന്ന് അടുത്ത നിമിഷം അയാൾക്ക് മുന്നിൽ തടസ്സം തീർത്തുകൊണ്ട് കയറി നിന്നിരുന്നു ശക്തി. എല്ലാവരും അവൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള പകപ്പിൽ നിൽക്കുമ്പോൾ ഗൗരി മാത്രം മുഖമുയർത്തി നോക്കാൻ നിന്നില്ല. മനസ്സ് മരിച്ച വെറും ശരീരം മാത്രമായി മാറിയിരുന്നു അവൾ ആ നിമിഷം. ഇവൾക്ക് മേലുള്ള എൻ്റെ അവകാശമാണ് ഞാൻ നേടിയത്. ഇനി അച്ഛനായാലും കൊച്ചച്ഛനായാലും അവളിത് നോക്കാൻ പോലും ശ്രമിക്കരുത്.
വല്ലാത്തൊരു ചിരിയോടെ ഒരു താക്കീതോടെ പറഞ്ഞു നിർത്തുമ്പോൾ ഒരു പകപ്പോടെ അവരെല്ലാം അവനെ നോക്കി. പോകാം അല്ലേ ഭാര്യയെ? അവളുടെ കുനിഞ്ഞ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് പതിയെ ചോദിച്ചതും നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് അവനെ നോക്കിയവൾ വെറുതെ ഒന്ന് പുഞ്ചിരിച്ച ശക്തി അടുത്ത നിമിഷം അവളെ ഒന്നാകെ വാരിയെടുത്ത് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു. പിടഞ്ഞിറങ്ങാൻ നോക്കിയവളെ തീക്ഷ്ണമായ ഒരു നോട്ടം കൊണ്ട് തന്നെ അടക്കി നിർത്തിക്കൊണ്ടവൻ അവളുമായി പുറത്തേക്ക് നടന്നു. പുറകെ ബാക്കിയുള്ളവരും. പടിപ്പുര കടന്ന ശക്തിയുടെ ഒഫീഷ്യൽ വാഹനം വന്നു നിന്നതും ഉമ്മർത്ത് തന്നെ അവനെയും കാത്തുനിന്ന അച്ഛൻ്റെയും മുത്തശ്ശൻ്റെയും നോട്ടം അവനിലേക്കായി. മുത്തശ്ശിയും ശക്തിയുടെ അമ്മയും അവൻ്റെ ബാല്യത്തിൽ തന്നെ മരിച്ചു പോയതാണ്. പിന്നെ അവനെ വളർത്തിയതും നോക്കിയതുമെല്ലാം അച്ഛനും മുത്തശ്ശനും ചേർന്നാണ്. 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ആളച്ഛൻ്റെ അനിയും ദത്തൻ്റെയും ഭാര്യ സുമയുടെയും ഒപ്പമായിരുന്നു. ഇരുവർക്കും ശക്തിയുടെ പ്രായത്തിലുള്ള ഒരു മകൻ കൂടിയാണുള്ളത്, മഹാദേവൻ. മഹി എന്ന് വിളിക്കും. ആളൊരു ഡോക്ടറാണ്. ശക്തിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ. ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും തന്നെ നോക്കി നിൽക്കുന്ന അച്ഛനെയും മുത്തശ്ശനെയും വേർതെ നോക്കിയവൻ അടുത്ത നിമിഷം അവരിലും തിരിഞ്ഞ സീറ്റിലായി കിടന്ന് മയങ്ങിപ്പോയവളെ ഉണർത്താതെ തന്നെ കയ്യിലേക്കെടുത്തു. കാലത്തെ ഡ്യൂട്ടി എന്നും പറഞ്ഞു പോയവൻ ഒരു പെണ്ണിനെയും എടുത്തുകൊണ്ട് വരുന്ന കണ്ടതും രണ്ടുപേരും ഒരു ഞെട്ടലോടെ ഇരുന്നിടത്തുനിന്നും എഴുന്നേറ്റുകൊണ്ട് അവനെ മിഴിച്ചു നോക്കി. ശക്തി ആരെയും നോക്കാതെ അവളെയും കൊണ്ട് നേരെ അകത്തേക്ക് കയറി. പുറകെ പരസ്പരം ഒന്ന് നോക്കിക്കൊണ്ട് അവരും. മുകളിലെ റൂമിൽ അവളെ ബെഡിലേക്കായി സൂക്ഷിച്ച് കിടത്തിക്കൊണ്ട് അവനൊന്ന് നോക്കി. തളർന്നുള്ള മയക്കത്തിലാണ് പെണ്ണ്. കാറിൽ കയറിയത് മുതൽ അടക്കി പിടിച്ചുള്ള കരച്ചിലായിരുന്നു. അവന്ന് ഒച്ചയെടുത്തപ്പോഴാണ് ഒന്നൊതുങ്ങിയത്. പിന്നീട് എപ്പോഴോ മയങ്ങി തൂണിലേക്ക് തന്നെ ചായുകയും ചെയ്തു. മുഖമൊന്നും കുനിച്ച് അവളെ അനുവാദത്തിന് പോലും കാക്കാതെ ആ ചുണ്ടുകളിലായി ഒന്നമർത്തി ചുംബിച്ചവൻ. പഞ്ഞിയിൽ ചുണ്ടമർത്തിയതുപോലെ അവൻ്റെ മിഴികളൊന്ന് വിടർന്നു. കവിളിൽ കൂടി ചുണ്ട് ചേർത്ത് മുത്തിക്കൊണ്ടവൻ അവളിൽ നിന്നും അകന്നു. തിരിച്ച് താഴേക്കിറങ്ങി വരുമ്പോഴേ കണ്ടു തന്നെ നോക്കിയിരിക്കുന്ന അച്ഛനെയും മുത്തശ്ശനെയും. രണ്ടാളുടെ മുഖം കണ്ടാലേ അറിയാം എന്തോ ചോദിക്കാനുണ്ടെന്ന്. അതെന്തായിരിക്കുമെന്നറിയാം. കണാ, അത് എൻ്റെ ഭാര്യയാണ്. അച്ഛൻ്റെ ചോദ്യത്തിന് വേഗം തന്നെ മറുപടി നൽകിയവൻ. ഒരു നിമിഷം രണ്ടുപേരും ഒരു ഞെട്ടലോടെ അവനെ നോക്കി നിന്ന് പോയി. ഭാര്യയോ? എന്തൊക്കെയാ കണ്ണാ പറയുന്നേ? വെറുതെ ഭ്രാന്ത് പറയരുത്. ഈ തവണ മുത്തശ്ശൻ്റെ ശബ്ദം ഒന്ന് ഉയർന്നു. അടുത്ത നിമിഷം ചെക്കൻ്റെ ഒറ്റ നോട്ടത്തിൽ അദ്ദേഹം ഒന്ന് പരുങ്ങി. ഭ്രാന്തൊന്നുമല്ല, എനിക്കൊന്ന് കല്യാണം കഴിക്കാൻ തോന്നി. അതിന് പറ്റിയവളെ കണ്ടപ്പോൾ കേട്ടി. മോനെ, ആ കുട്ടി പറഞ്ഞാൽ അറിയും. മാടമ്പി തറവാട്ടിലെ ഹരിശങ്കറിൻ്റെ മകളാണ് ഗൗരി. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ എൻ്റെ മുറപ്പെണ്ണ്. കണ്ണാ, അത് ആ കുട്ടി, അവളുടെ വിവാഹം. ഒന്ന് ഞെട്ടി നിന്ന അച്ഛനെന്തോ പറയാൻ തുടങ്ങിയതും ഹാളിലെ TV വലിയൊരു ശബ്ദത്തോടെ നിലത്ത് വീണ് പൊട്ടിയതും ഒരുമിച്ചായിരുന്നു. പറയാൻ വന്നത് വിഴുങ്ങിക്കൊണ്ട് അച്ഛൻ അവനെ നോക്കി നിന്ന് പോയി. മുഖവും കണ്ണും ഒരുപോലെ ചുവന്നും വല്ലാത്തൊരു ദേഷ്യത്തിൽ നിൽക്കുന്ന ശക്തി. ഭയം തോന്നിപ്പോയി അവർക്ക്. ദേഷ്യവും വാശിയും ഏറെയുള്ളവനാണ്. ബന്ധവും സ്വന്തവും ഒന്നും നോക്കുകയില്ല. അറിയാനായ പ്രായം മുതൽ അവനിങ്ങനെയാണ്. ആദ്യമൊക്കെ തല്ലിയും വഴക്ക് പറഞ്ഞു നോക്കി. പിന്നെ കൗൺസിലിങ്ങും തെറാപ്പിയും ഒക്കെ കൊടുത്തു നോക്കി. ഒന്നും ഫലം കണ്ടില്ല എന്ന് മാത്രമല്ല, വളരും തോറും അതൊക്കെ കൂടി വന്നു. ആരെയും അനുസരിക്കില്ല. ഈ സ്വഭാവം കൊണ്ട് തന്നെ ചുറ്റും ശത്രുക്കളെ സമ്പാദിച്ച് കൂട്ടിയിട്ടുമുണ്ട്. ഇപ്പോൾ ഒരു പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഭാര്യയാണെന്ന് പറയുന്നു. എന്തൊക്കെയാണോ എന്തോ. അതിന് തട്ടിക്കൊണ്ട് വന്നതാണോ എന്ന് പോലും അച്ഛനും മുത്തശ്ശനും ചിന്തിച്ചു പോയി. അവൾ എൻ്റെയാ, എൻ്റെ ഭാര്യ. വേറെയൊന്നും ആരും പറയണ്ട, എനിക്കത് ഇഷ്ടമല്ല. വാശിയോടെ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ മുകളിലേക്ക് പോകുമ്പോൾ മിഴിച്ചു നിൽക്കാനേ അച്ഛനും മുത്തശ്ശനുമായുള്ളൂ. ഗണേശ, നീ ആ ഫോൺ എടുത്ത് മഹി ഒന്ന് വിളിച്ചേ, എന്നിട്ടിങ്ങോട്ട് വരാൻ പറ. മുത്തശ്ശൻ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. അച്ഛനും അത് സമ്മതിച്ചതുപോലെ തലയനക്കി. ഇനി എന്തെങ്കിലും ചോദിക്കാനും പറയാനുമുണ്ടെങ്കിൽ അത് മഹിക്ക് മാത്രമേ കഴിയൂ. അതുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ പോയവനെ വിളിച്ചു വരുത്താൻ പറയുന്നതും. എനിക്ക് നിന്നെ അത്രയും ഇഷ്ടമാണ് ഗൗരി. അതല്ലേ ഇത്ര വേഗം നമ്മുടെ വിവാഹം നടന്നത്. മുഖം കുനിച്ച് നിൽക്കുന്നവളെ നോക്കിക്കൊണ്ട് അവൻ പതിയെ പറയുമ്പോൾ പിടച്ചിലൂടെ അവനിന്ന് നോക്കിയവൾ. ഓർമ്മ വെച്ച നാൾ മുതൽ കാണുന്ന ഒരാൾ. അതിൽ കൂടുതൽ ഒരടുപ്പവും അവനോട് തോന്നിയിട്ടില്ല അവൾക്ക്. ആകെയുള്ള വികാരം ഭയം മാത്രമാണ്. ഗൗരി, വേണ്ട. ഒരു ചിരിയോടെ അവൻ അവളിലേക്ക് ചാഞ്ഞു തുടങ്ങിയതും ഒരലർച്ചയുടെ കണ്ണുകൾ വലിച്ചു തുറന്ന് പിടഞ്ഞെഴുന്നേറ്റവൾ. ശരീരം ഒന്നാകെ വിയർപ്പിൽ കുതിർന്നു പോയതുപോലെ കണ്ണുകൾ തുറച്ചു നോക്കി കുറച്ചു സമയം അതേ ഇരിപ്പ് തുടർന്നു പോയവൾ. കണ്ടത് ഒരു സ്വപ്നമായിരുന്നു എന്നും താനിപ്പോൾ മറ്റെവിടെയോ ആണെന്നും അവൾക്ക് മനസ്സിലായി. ഭയത്തോടെ മിഴികൾ ചുറ്റുമൊന്ന് പായിച്ചതും കണ്ടു തന്നെ നോക്കി സോഫയിലിരിക്കുന്ന രൂപത്തെ. അടുത്ത നിമിഷം ബോധം വീണ്ടെടുത്ത പോലെ അവളൊന്ന് ഞെട്ടി. പിടഞ്ഞെഴുന്നേൽക്കാൻ ഒരുങ്ങിയതും വേദനയോടെ വീണ്ടും ബെഡിലേക്ക് തന്നെ ഇരുന്നു പോയി. അവളുടെ ഓരോ പ്രവൃത്തിയും സൂക്ഷ്മമായി വീക്ഷിച്ചുകൊണ്ട് അവനും അതേ ഇരിപ്പ് തുടർന്നു. ഗൗരിക്ക് അവനെ നോക്കാൻ വല്ലാത്തൊരു മടുപ്പ് തോന്നി. അതിലേറെ ഭയവും. വിലയിട്ട് വാങ്ങിയതാണ് അവൻ. പ്രണയമെന്നും ഇഷ്ടമെന്നും പറഞ്ഞ് താലി കെട്ടിയവന് കേവലം തന്നോട് തോന്നിയ ഭ്രമമായിരുന്നു എന്നെ തിരിച്ചറിഞ്ഞു പോയതാണ്. അപ്പോൾ വില ഉറപ്പിച്ച് വാങ്ങിയവന്
എന്ത് വികാരമായിരിക്കും തന്നോട് തോന്നുക എന്നവൾക്കറിയാം. വല്ലാത്തൊരു വേദനയുടെ മുഖം കുനിച്ച് കണ്ണുനീർ വാർത്തി തുടങ്ങിയതും അടുത്ത നിമിഷം ആ വലിയ രൂപം തനിക്ക് മുന്നിൽ നിൽക്കുന്നത് അവൾ അറിഞ്ഞു. ഒരു ഞെട്ടലോടെ മുഖമുയർത്തി നോക്കുമ്പോഴേക്കും അവൻ്റെ കൈകൾ അവളുടെ കവിൾ കുത്തിപ്പിടിച്ചുകൊണ്ട് ഉയർത്തി. ഭയത്തോടെ മിഴികൾ പിടച്ചുകൊണ്ട് അവൻ്റെ കണ്ണിലേക്ക് നോക്കിയവൾ. തീഷ്ണത നിറഞ്ഞ നോട്ടം, ചുവന്നു തുടങ്ങിയ മിഴികൾ അവളുടെ മുഖത്തിൻ്റെ ഓരോ കോണിലും അലഞ്ഞു. പറഞ്ഞറിയിക്കാൻ ആവാത്തൊരിഷ്ടം തോന്നിപ്പോകുന്നുണ്ടായിരുന്നു ആ കുഞ്ഞു മുഖത്തിനോട് അവന്. അത്രമേൽ തീവ്രമായ ഒരിഷ്ടം. പ്രണയം എന്ന് വിളിക്കാനാകുമോ അതിനെ? അറിയില്ല. അതിനുത്തരം പറയേണ്ടത് അവനാണ്. കരി എഴുതാത്ത മിഴികളും കറിഞ്ഞ ചുവന്ന മൂക്കും കവിളുമെല്ലാം നേർത്തൊരു ചിരിയോടെ നോക്കി നിന്ന് പോയി ശക്തി. എപ്പോഴും കരഞ്ഞിന് ദേഷ്യം കാണിക്കാനാണ് വന്നത്. കവിളിൽ കുത്തിപ്പിടിച്ചതും അതിനു വേണ്ടിയാണ്. പക്ഷെ എല്ലാം മറന്നു പോയവൻ, സർവവും വിസ്മരിച്ചുകൊണ്ട് ആ മുഖത്തേക്ക് മാത്രം ഉറ്റുനോക്കി നിന്നു പോയവൻ. ദേഷ്യമല്ല, മോഹമല്ല, മറ്റെന്തോ, പേരിട്ട് വിളിക്കാൻ അവൻ ആഗ്രഹിക്കാത്ത എന്തോ ഒന്ന്. ശക്തി പുറത്തേക്ക് പോയതും അച്ഛനോടും മുത്തച്ഛനോടും പറഞ്ഞ് മഹി മുകളിലേക്ക് ചെന്നു. പുറത്തു നിന്നും അടച്ചു പൂട്ടിരിക്കുന്ന മുറി കാണി ദീർഘമായെന്ന് നിശ്വസിച്ചവൻ. ഇങ്ങനെ അടച്ചുപൂട്ടി ഭദ്രമായി വെക്കണമെങ്കിൽ IPSന്റെ ആസ്തിക്ക് തന്നെ പിടിച്ചിട്ടുണ്ട് എന്ന് സാരം. ഈശ്വര, ആ കൊച്ചിനെ നീ തന്നെ കാത്തോണേ. ഒരു നിമിഷം മൗനമായി എന്ന് പ്രാർത്ഥിച്ചു പോയിരുന്നു മഹി. അല്ലെങ്കിലും ശക്തിയെ അവനോളം അറിയുന്ന മറ്റാരുണ്ട്? ഒരിക്കൽ കൂടി അടഞ്ഞു കിടക്കുന്ന വാതിലേക്ക് നോക്കിക്കൊണ്ടവൻ തിരിച്ചു നടന്നു. ഭൂതം കൊണ്ട് വച്ചിട്ട് പോയ വിധിയാണല്ലോ. കണ്ണൻ ഇതുവരെ വന്നില്ലല്ലോ മഹി. എവിടെ പോയതായിരിക്കും? ഉമ്മർത്ത് ശക്തി വരുന്നതും കാത്തിരിക്കുവാണ് അച്ഛനും മുത്തച്ഛനും. കൂടെ മഹിയും. ഗൗരിയെ കൊണ്ടാക്കി പോയതാണ് കക്ഷി. യൂണിഫോം മാറ്റി ഫോർമൽ ഡ്രസ്സ് ഇട്ടതുകൊണ്ട് ഓഫീസിലേക്കല്ല എന്നുറപ്പാണ്. പോകുന്നത് എവിടേക്കാ, ചെയ്യുന്നത് എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന ശീലം അവനില്ലല്ലോ വല്ലിച്ച. വന്നാൽ കാണാം. ഇതിപ്പോ ആ കൊച്ചിനെ അതിനുള്ളിൽ പൂട്ടിട്ടേക്കുക. അതിന് വല്ലതും കഴിക്കുകയും കുടിക്കുകയും വേണ്ടേന്നാ. ശക്തിയും അവൻ്റെ പ്രവർത്തികളെയും കുറിച്ചോർക്കെ ദീർഘമായെന്ന് നിശ്വസിച്ചുകൊണ്ടാണ് മഹിയുടെ പറച്ചിൽ. വെറുതെ അതും ഇതും പറഞ്ഞിരിക്കാതെ നീ ആ ഫോൺ എടുത്തൊന്ന് വിളിച്ചു നോക്കും മഹി. മുത്തച്ഛൻ പറഞ്ഞത് മഹി വേഗം ഫോൺ എടുത്തു. കോൾ ഓൺ ചെയ്ത് ചെവിയിലേക്ക് വെക്കുന്നതിന് മുൻപ് തന്നെ ശക്തിയുടെ കാർ ഗേറ്റ് കടന്നു വന്നിരുന്നു. അടുത്ത നിമിഷം മൂവരുടെയും ശ്രദ്ധ അതിലേക്കായി. കാറിൽ നിന്നും ചുണ്ടിൽ ഒരു പുഞ്ചിരിയുമായി ഇറങ്ങി വരുന്നവനെ കാണി മൂവരുടെയും കണ്ണുകൾ ഒരുപോലെ മിഴിഞ്ഞു. വളരെ വിരളമായി കാണുന്ന ഒരു കാഴ്ചയാണത്. ആരെങ്കിലും മുഖത്ത് നോക്കിയൊന്ന് പുഞ്ചിരിച്ചാൽ പോലും ചിരിച്ച് കാണിക്കാത്തവനാണ്. അതിൻ്റെ അത്ഭുതം കാണുമല്ലോ. ഡാ, വീഴ്ച നിൽക്കാതെ വന്ന് സഹായിക്കടാ. മഹിയോടായുള്ള അലർച്ച മുഴങ്ങിയതും ബോധം വീണ്ടെടുത്തതുപോലെ അവനോട് ശക്തിയുടെ അടുത്തേക്ക് ചെന്നു. കാറിൽ നിന്നും കൊണ്ടുവന്ന കവറുകളിൽ പകുതിയും മഹിയുടെ കയ്യിൽ കൊടുത്ത് ബാക്കി അവനും എടുത്തു പിടിച്ചു. ഇത് തൽക്കാലം ആ സോഫയിലേക്ക് വെച്ചേക്ക്, ഞാൻ പിന്നെ വന്നെടുത്തോളാം. മഹിയോടായി അത്രയും പറഞ്ഞ് കയ്യിൽ പിടിച്ച കവറുകളുമായി ശക്തി മുകളിലേക്ക് കയറി. ചെക്കൻ വന്നാൽ എന്തൊക്കെയോ ചോദിക്കണം, പറയണം എന്നൊക്കെ വിചാരിച്ചിരുന്ന 3 പേരും അപ്പോഴും അവൻ പോകുന്ന നോക്കി കണ്ണു വീഴ്ച നിൽപ്പാണ്. അടച്ചിട്ട വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയതും ശക്തിയുടെ മിഴികൾ വല്ലാതെ ഒന്ന് തിളങ്ങി. വെളുത്തമ്പെട്ടിൽ നേർത്തൊരു തൂവൽ പോലെ കണ്ണടച്ച് മയങ്ങുന്നവൾ. തലയൊന്ന് കുടഞ്ഞുകൊണ്ട് അവളിൽ നിന്ന് നോട്ടം വെട്ടിച്ചു കളഞ്ഞവൻ. അല്ലെങ്കിൽ തന്നെ അവളോട് തോന്നുന്നത് എന്താണെന്ന് അറിവില്ല. ഭംഗിയുള്ള ഒരു പൂവ് കാണുമ്പോൾ അതിനെ സ്വന്തമാക്കാൻ തോന്നുന്ന കൊതിയാവും. മനുഷ്യരൂപം കൊണ്ട് ഈ രാക്ഷസനെ ഭ്രമിപ്പിച്ച് കളഞ്ഞ സുന്ദരിയായൊരു പൂവ്. ഗൗരി. ശക്തിയുടെ മനസ്സിൽ ഗൗരി, അതാണ്. തൊട്ടരികിലായി അറിയുന്ന ആരുടെയോ സാമീപ്യത്തിൽ ഒരു ഞെട്ടലോടെ മിഴികൾ വലിച്ചു തുറന്നു ഗൗരി. ദൃഢമായി കൈകൾ കൊണ്ട് തന്നെ ചുറ്റി വരിഞ്ഞിരിക്കുന്ന വലിയ രൂപം. ആ രൂപത്തിലേക്ക് ഈർക്ക ചേർന്നിരിക്കുന്ന തൻ്റെ ശരീരം. ഒച്ച വെക്കാതടി. ഉറക്കം നിലവിളിക്കാനായി ഒരുങ്ങിയ നിമിഷം തന്നെ മറുകൈയാൽ അവളുടെ വായി പൊത്തിപ്പിടിച്ചുകൊണ്ട് മുരണ്ടവൻ. കണ്ണും വീഴ്ച ഭയന്നുകൊണ്ടവനെ ഉറ്റുനോക്കിപ്പോയി ഗൗരി. വിടർന്ന വലിയ മിഴികളിൽ അത്രയും ഇഷ്ടത്തോടെ ഒന്ന് നോക്കിയതേയുള്ളൂ ശക്തി. നിറയെ പേരുകൾ നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളിൽ യാതൊരു ചായത്തിൻ്റെയും അകമ്പടിയില്ലാതെ തന്നെ അത്രമേൽ ഭംഗിയുള്ളതാണ്. പെണ്ണ് കയ്യിൽ കിടന്ന് കുതിർന്നത് അറിയാണ് ചെക്കന് ബോധം വീണത്. അടുത്ത നിമിഷം കിടന്ന് പിടയ്ക്കുന്നവളെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിയവൻ. ആ നോട്ടം കാണാൻ ഗൗരി ഒന്നടങ്ങി. ദയനീയമായി ആ മിഴികളിലേക്ക് നോട്ടം എയ്തവൾ. ഞാനൊന്ന് തൊട്ടാലും പിടിച്ചാലും ഇത്രയും റിയാക്ഷൻ ഇട്ടും നല്ലതിനാവില്ല ഗൗരി. ഈ ചത്തതുപോലെ കിടന്ന് തരുന്നതിനേക്കാൾ മീനിനെ പോലെ പിടയ്ക്കുന്നവളെയാണ് എനിക്കിഷ്ടം. മുഖത്തേൽക്കുന്ന ചുടുശ്വാസത്തിൽ ആ വാക്കുകളും നോട്ടവും നൽകുന്ന തീഷ്ണതയിൽ തൻ്റെ മിഴികൾ ഇറുക്കി അടച്ചു കളഞ്ഞു ഗൗരി. തൻ്റെ കൈകളിൽ ഒതുങ്ങി അവളെ ഉടൽ നിശ്ചലമാകുന്നതറിയെ അവൻ്റെ ചുടികളിലും നേർത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. ഇതാണ്, ഇത്രയും അനുസരണയുള്ള പെണ്ണിനെയാണ് എനിക്ക് വേണ്ടത്. നിന്റെ അനുസരണ അതെത്രത്തോളം ഉണ്ടാകുമെന്ന് എനിക്ക് ഊഹിക്കാലോ. അതുകൊണ്ടാണല്ലോ ഈ താലിയും കഴുത്തിലിട്ട് ഇങ്ങനെ എന്നോട് ചേർന്ന് കിടക്കുന്നത്. കേൾക്കുന്ന ഓരോ വാക്കിലും അത്രയും വേദനയും സങ്കടവും നിറഞ്ഞു പോയവളിൽ. അനുസരണ,
അത് കൂടിപ്പോയതിൻ്റെ ഫലമാണ് അനുഭവിക്കുന്നത്. അതവൾക്കും അറിയാം. പക്ഷെ എതിർത്തൊരു വാക്ക് പറയാൻ ഭയമാണ് അവളിൽ. അങ്ങനെ എതിർത്തിരുന്നുവെങ്കിൽ ഗൗരിയുടെ മനസ്സും ശരീരവും ആരും ചവിട്ടി അരക്കില്ലായിരുന്നു. ഇയാൾക്ക് കീഴിൽ ഒരടിമയായി കിടക്കില്ലായിരുന്നു. ഈ നിമിഷങ്ങളിൽ അത്രയും ശക്തിയുടെ നോട്ടം അവളുടെ കുഞ്ഞു മുഖത്ത് മാത്രമായിരുന്നു. വിതുമ്പി നിൽക്കുന്ന ആദരങ്ങളും ഇറക്കി അടച്ച മിഴികളും ചുവന്നു പോയ കവിളുകളും ഒക്കെ അവനെ വല്ലാതെ കൊതിപ്പിക്കുന്നൊരു രൂപമായിരുന്നു അവൾക്ക്. ഒരുപാട് പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട് താൻ. ഇഷ്ടം പറഞ്ഞു വന്നവരും മോഹം പറഞ്ഞു വന്നവരും ഏറെയുണ്ട് താനും. പക്ഷെ അവരിൽ ആർക്കും ഇല്ലാത്ത എന്തോ ഒന്ന്, സംതിങ് സ്പെഷ്യൽ ഈ ഒരുവളിലുണ്ടെന്ന് തോന്നിപ്പോയി അവനും. ഒരു നോട്ടത്തിലൂടെ തന്നെ അവളിൽ അടിമപ്പെട്ടതുപോലെയായി തീർന്നിരിക്കുന്നു. ഗൗരി, ഈ മൗനം നിനക്ക് നല്ലതിനല്ല പെണേ. മിണ്ടിക്കാൻ എന്തു ചെയ്യും ഞാൻ? അവളെ ഒന്നാകെ അടക്കി പിടിച്ച മറുകൈ വിരൽ കൊണ്ട് മുഖം ഒന്നാകെ തഴുകിക്കൊണ്ടാണ് പറച്ചിൽ. ഉമ്മിത്തിയിൽ എന്നതുപോലെ നീറുകയായിരുന്നു ഗൗരി ഓരോ നിമിഷവും. അവനോട് ചേർന്ന് നിൽക്കുന്ന ഓരോ നിമിഷവും പൊള്ളുന്നത് പോലെ. എന്തിനാ എന്നോട്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഏയ്, എൻ്റെ ഗൗരി തെറ്റ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞോ? പിന്നെ ശിക്ഷിക്കാനല്ല ഞാൻ നിന്നെ കൊണ്ടുവന്നേ, സ്നേഹിക്കാനല്ലേ. കൊതി തീരുവോളം. പ്ലീസ്, അതിനി കരച്ചിൽ വേണ്ട. ഞാനത്ര നല്ലവനൊന്നുമല്ലെന്ന് നിനക്ക് മനസ്സിലായി കാണുമല്ലോ. വെറുതെ എന്നെയും എൻ്റെ ക്ഷമയും പരീക്ഷിക്കരുത് ഗൗരി. മാടമ്പി തറവാട്ടിലെ ശ്രീദേവി തമ്പുരാട്ടിയുടെ അതേ സ്വഭാവം തന്നെയാ എനിക്കും എന്നാ എൻ്റെ അച്ഛൻ്റെ പറച്ചിൽ. പറഞ്ഞു നിർത്തിയതും ഒരു ഞെട്ടലോടെ മിഴികൾ വലിച്ചു തുറന്നുകൊണ്ട് അവനെ നോക്കി ഗൗരി. ചുണ്ടിലും കണ്ണിലും എല്ലാം പരിഹാസമാണ് അവനിൽ. നേരത്തെ പറഞ്ഞ ആ പേരിനോട് പോലും തോന്നുന്ന പുച്ഛം. തെല്ലൊരു കൗതുകത്തോടെ ആ മുഖത്തേക്ക് നോക്കിയിരുന്നു പോയി ഗൗരി. അവളിത് കാണുന്നത് ആദ്യമായാണ്. നാട്ടിലും വീട്ടിലും എല്ലാം അച്ചമ്മയെ അനുസരിച്ച് ഭയത്തോടെ ബഹുമാനത്തോടെ നിന്നവരെ മാത്രമേ ഗൗരി കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ഒരാൾ പരിഹസിച്ച് കേൾക്കുന്നത്, ഭയമില്ലാതെ പുച്ഛത്തോടെ ആ പേര് പറയുന്നത് കേൾക്കുന്നത്. ആശ്ചര്യം നിറഞ്ഞു നിൽക്കുന്ന ആ മുഖത്തേക്ക് അത്രയും ഇഷ്ടത്തോടെ ഒന്ന് നോക്കിയവൻ. പളുങ്ക് പോലെ തിളങ്ങുന്ന ആ മിഴികളിൽ ചുണ്ടു ചേർത്ത് വെക്കാനൊരു മോഹം പോലെ. ആ കണ്ണിൽ വിരിയുന്ന അത്ഭുതത്തെ കൗതുകത്തെ എല്ലാം ഉള്ളിൽ നിറയുന്ന പുതുവികാരത്തോടെയായിരുന്നു ശക്തി നോക്കി നിന്നത്. അവൻ പോലും അറിയാത്ത ഒരു അനുഭൂതിയോടെ. എന്താ? മുഖം അവളിൽ നിന്നും വെട്ടിച്ച് മാറ്റിക്കൊണ്ടാണ് ആ ചോദ്യം. എന്തോ ഈ ഒരുവളുടെ നോട്ടത്തെ പോലും നേരിടാൻ ആവാത്തപോലൊരു തോന്നൽ. കൈയുടെ മുഷ്ടിയൊന്ന് ചുരുട്ടിപ്പിടിച്ചു ശക്തി. അവൾ അറിയാതെ. പേടിയില്ലേ? പതിയെ, അത്രയും പതിയാണ് ആ ചോദ്യം. എവിടെ, ഏതവസ്ഥയിലാണ് താൻ എന്നൊക്കെ പെണ്ണു മറന്നു പോയ മട്ടാണ്. അവൾക്കറിയേണ്ടത് ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം മാത്രമാണ് എന്ന് തോന്നിപ്പോയി ശക്തിക്ക്. അത്ര നേരം വിറകൊണ്ട അവളുടെ ഉടലിന് ചലനം നിന്നുപോയത് അവൻ അറിഞ്ഞു. ഉയർന്ന മിടുപ്പ് താളത്തിൽ തുടിക്കുന്നത് അവനും ഹൃദയം കൊണ്ട് തൊട്ടറിഞ്ഞു. വിടരാൻ വെമ്പി നിൽക്കുന്ന പോലൊരു പുഞ്ചിരി അവൾ അറിയാതെ അവനിൽ നിറഞ്ഞു. എന്തിന്? അച്ചമ്മ. നിന്റെ അച്ചമ്മയെ ഞാൻ എന്തിനെ പേടിക്കുന്നേ? തീർത്തും ഗൗരവമേറിയ ആ നോട്ടത്തിലും ചോദ്യത്തിലും ഗൗരി ഒന്ന് പതറിപ്പോയി. എല്ലാവരെയും പോലെയല്ല ശക്തി. മനസ്സിലായോ ഗൗരിക്ക്? വീണ്ടുമുള്ള ചോദ്യത്തിന് ഒന്നാലോചിക്കാൻ പോലും നിൽക്കാതെ അവളൊന്ന് മൂളി. എന്തോ ഈ ഒരാളുടെ നോട്ടത്തിനും വാക്കിനും ഒന്നും മുന്നിൽ എതിർത്ത് നിൽക്കാനാകുന്നില്ല. അനുസരിച്ച് പോകുന്നു. കൂടുതൽ നിന്ന് ആലോചിക്കാതെ ചെന്ന് കുളിച്ചിട്ട് വാ. അതല്ല, ഇങ്ങനെ തന്നെ ഇനിയും കിടക്കണമെന്നാണെങ്കിൽ. ശക്തി ഒന്ന് ചിരിച്ചു. ബോധം വന്നതുപോലെ ഗൗരി അവനെ നോക്കി. അടുത്ത നിമിഷം കയ്യിൽ കിടന്ന് വീണ്ടും കുതറി മാറാൻ ശ്രമിച്ചു നോക്കി അവൾ. അതിനനുസരിച്ച് അവൻ്റെ കൈയുടെ മുറുക്കവും ഏറി വന്നു. എത്രയ്ക്ക് ഇറക്കെ പിടിക്കാനാകുമോ അത്രയും ഇറക്കെ. തീവ്രമായി തന്നെ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ശക്തി. ഞെട്ടലോടെ ഭയത്തോടെ അവനെ നോക്കി നിന്ന് പോയി ഗൗരി.